ഈ ചൂടുകാലത്ത് നല്ല തണുത്ത മിൽക്ക് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 8 തരം വ്യത്യസ്തമായ കൂൾ ആൻഡ് റിഫ്രഷിംഗ് മിൽക്ക് ഷേക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വരൂ നമുക്ക് റെസിപ്പി ചെയ്ത് തുടങ്ങാം. അതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യത്തെ നമ്മുടെ മിൽക്ക് ഷേക്ക് ഓറിയോ മിൽക്ക് ഷേക്ക് ആണ്. ഇത് കുട്ടികൾക്ക് വളരെയധികം ഫേവററ്റ് ആണ്, പക്ഷേ ഇപ്പോൾ മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഓറിയോ ബിസ്ക്കറ്റ് ഒരു ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാല് തലേദിവസം തന്നെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ രുചി കുറച്ചും കൂടി കൂടും. പക്ഷേ ഞാൻ ഈ ഒരു റെസിപ്പിക്ക് വാനില ഐസ്ക്രീംസ് ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ ബ്ലെൻഡറിൽ ഇത് ഇട്ടതിന് ശേഷം വെറും 1 മിനിറ്റ് മാത്രം അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓറിയോ മിൽക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചായിരുന്നു. അതും കൂടി ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡിൽ ഓറിയോ ബിസ്ക്കറ്റും കൂടി വെച്ച് കുറച്ച് ചോക്കോ ചിപ്സും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിയും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഓറിയോ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറുത്ത മുന്തിരി കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തലേദിവസം രാത്രി തന്നെ ഒരു 10 to 12 കറുത്ത മുന്തിരി കുറച്ച് വെള്ളത്തിൽ ചേർത്തതിന് ശേഷം ഒന്ന് സോക്ക് ചെയ്തെടുത്തായിരുന്നു. അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 10 to 12 ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര, മധുരത്തിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി റോബസ്റ്റ പഴമാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് പാല് തലേദിവസം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ചേർക്കുന്നത്. ഈ പാലിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ ബ്ലെൻഡറിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെറും 1 മിനിറ്റിനുള്ളിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ബ്ലാക്ക് പേൾ ബ്യൂട്ടി റെഡി ആയിട്ടുണ്ടാവും. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് സ്പ്രിങ്കിൾസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ബ്ലാക്ക് പേൾ ബ്യൂട്ടി മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വെറും ഒരു മിൽക്ക് ഷേക്ക് മാത്രമല്ല, ഇത് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു അട്ടാർ മിൽക്ക് ഷേക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുതിർന്നവരും ട്രൈ ചെയ്യൂ. ഇനി അടുത്തായിട്ട് നമ്മൾ ബൂസ്റ്റ് വെച്ചിട്ട് ഒരു തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡിങ് ജാറിലേക്ക് 4 ഡേറ്റ്സ് കുരു കളഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് പീനട്ട്സ് അഥവാ കപ്പലണ്ടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 കഷ്ണം റോബസ്റ്റ പഴം അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പഴം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ, കാരണം ബൂസ്റ്റിനും ഡേറ്റ്സിനും അത്യാവശ്യം മധുരമുണ്ട്. ഇതിലേക്ക് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റും അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് നല്ല തണുപ്പിച്ചെടുത്ത പാലും കൂടി ചേർക്കുക. ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ബൂസ്റ്റിന് പകരം 5 രൂപയുടെ ഹോർലിക്സോ ബോൺവിറ്റോ ഏതായാലും നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീമും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഈ ബ്ലെൻഡർ അടച്ചതിന് ശേഷം വെറും 1 മിനിറ്റ് മാത്രം ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം. അതോടെ നമ്മുടെ ബൂസ്റ്റ് കൊണ്ടിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഷാർജ ഷേക്കിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടി വിപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം അതിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സിമ്പിളായിട്ട് ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വേനൽക്കാലത്ത് ഇതും ട്രൈ ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ റൂഹഫ്സ കൊണ്ടിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള മിൽക്ക് ഷേക്കാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം റൂഹഫ്സയെക്കുറിച്ചുള്ള റിവ്യൂ ചെയ്തായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇനി ഈ റൂഹഫ്സ ഇല്ലയെന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ റോസ് സിറപ്പായാലും ഉപയോഗിച്ചാൽ മതി. എന്തായാലും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈ സിറപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഈ മിൽക്ക് മെയ്ഡിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അഥവാ മിൽക്ക് മെയ്ഡ് ഇല്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ചേർക്കേണ്ട പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ 1 സ്കൂപ്പ് സ്ട്രോബെറി ഐസ്ക്രീം കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ ബ്ലെൻഡർ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വെറും 1 മിനിറ്റ് മാത്രം അരച്ചെടുത്താൽ മതിയാവും. ഇനി ഈ മിൽക്ക് ഷേക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐസ് ക്യൂബ്സ് ഒന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വെള്ളമായിട്ട് മാറി മിൽക്ക് ഷേക്കിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോവും. പിന്നെ കഴിക്കാനും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ റൂഹഫ്സ കൊണ്ടിട്ടുള്ള മിൽക്ക് ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. ഇത് സെർവ് ചെയ്യണ തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു സ്ട്രോബെറി സിറപ്പ് കൊണ്ടിട്ട് ഗ്ലാസ്സിന് ചുറ്റും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയുണ്ടാവും, കുടിക്കാനും അതിലേറെ ടേസ്റ്റും ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം ഇതിന് ചുറ്റുമായിട്ട് വിപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിന് മുകളിലേക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള സ്പ്രിങ്കിൾസും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല തണുത്ത കൂൾ റൂഹഫ്സ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഒട്ടും തന്നെ ചൂട് സഹിക്കാൻ വയ്യാത്ത സമയത്ത് ഇതൊരു ഗ്ലാസ് ട്രൈ ചെയ്യൂ. ഉറപ്പായിട്ട് എല്ലാവർക്കും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയായിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബോർബോൺ മിൽക്ക് ഷേക്കാണ്. ഈ ഒരു ബോർബോൺ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് 3 പീസ് ബിസ്ക്കറ്റാണ് വേണ്ടത്. ഒരു ബ്ലെൻഡിംഗ് ജാറിലേക്ക് 3 പീസ് ബോർബോൺ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം. പൊതുവേ നമ്മൾ പുറത്തുനിന്ന് കടയിലൊക്കെ മേടിക്കുമ്പോൾ പഞ്ചസാര കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇത്രയും മധുരം ആവശ്യമില്ലെങ്കിൽ അതിനനുസരിച്ച് കുറച്ചാലും മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1/2 കപ്പ് പാല് തലേ ദിവസം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്ലെൻഡർ അടച്ചിട്ട് 1 മിനിറ്റിനുള്ളിൽ ഇതും നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്കൂപ്പ് ചോക്ലേറ്റോ അല്ലെങ്കിൽ വാനില ഐസ്ക്രീം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുത്താലും മതിയാവും. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബോർബോൺ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ സെർവ് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മുടെ സെർവിങ് ഗ്ലാസ് ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ്, കുടിക്കുമ്പോഴും അതിലേറെ ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോർബോൺ മിൽക്ക് ഷേക്ക് ഈ സെർവിങ് ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് സെർവ് ചെയ്യുന്ന മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ 1 സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീം വേണമെങ്കിൽ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ വിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. നമ്മൾ ഇന്ന് ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാനായിട്ട് ബോർബോൺ ബിസ്ക്കറ്റാണ് ഉപയോഗിച്ചത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കടയിലൊക്കെ കിട്ടുന്ന ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടായാലും ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക്സ് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാൻ അവസാനമായിട്ട് ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് 1 പീസ് ബോർബോൺ ബിസ്ക്കറ്റ് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചോക്ലേറ്റ് വെർമസിലിയൊക്കെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഇതും കൂടി വെച്ച് 1 പീസ് ചെറിയും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത ബോർബോൺ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സ്ട്രോബെറി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് റഫായിട്ട് ഒരു 4-5 സ്ട്രോബെറി ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത്രയും പഞ്ചസാര വേണ്ട എന്ന് വിചാരിക്കുന്നവർ, അതായത് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ആൾക്കാർ വേണമെങ്കിൽ മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഹണിയായാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഞാനിവിടെ നേരത്തെ റെസിപ്പീസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ 1/2 കപ്പ് പാല് തലേ ദിവസം രാത്രി തന്നെ ഫ്രീസറിൽ വെച്ച് ഒന്ന് ഐസ് കട്ടിയാക്കി എടുത്തതാണ്. അത് ഈ ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്ലെൻഡർ അടച്ചതിന് ശേഷം നമുക്ക് ഇതും നല്ലപോലെ അരച്ച് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് കുറച്ചും കൂടി റിച്ചും ടേസ്റ്റി ആക്കണമെങ്കിൽ 1 സ്കൂപ്പ് സ്ട്രോബെറി ഐസ്ക്രീമോ അല്ലെങ്കിൽ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമ്മൾ സെർവ് ചെയ്യണ തൊട്ട് മുമ്പായിട്ട് ഇത് കാണാൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നേരത്തെ കാണിച്ച സ്ട്രോബെറി സിറപ്പ് ഈ ഗ്ലാസ്സിന് ചുറ്റിനൊന്ന് കോട്ട് ചെയ്ത് കൊടുത്താലും മതിയാവും. അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ഇതുപോലെ സെർവ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം ഇതിന് മുകളിലേക്ക് വിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 സ്കൂപ്പ് സ്ട്രോബെറി അല്ലെങ്കിൽ വാനില ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തണുത്ത നല്ല കൂളായിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എന്തായാലും ഈ ഒരു ചൂടത്ത് ഉറപ്പായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു മിൽക്ക് ഷേക്ക് തന്നെയാണ്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് സ്ട്രോബെറി സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് എൻ്റെ കയ്യിൽ ഇവിടെ കുറച്ച് റോസ് പെറ്റൽസ് ഉണ്ട്, ഡ്രൈഡ് ആയിട്ടുള്ള റോസ് പെറ്റൽസും കൂടി വെച്ച് കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷനിലാണ്. അതിൻ്റെ മുകളിൽ തന്നെ ഗോൾഡൻ ആയിട്ടുള്ള സ്പ്രിങ്കിൾസും കൂടി വെച്ച് കൊടുത്തതിന് നമ്മൾ സ്ട്രോബെറി മിൽക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റി ആയിട്ടുള്ള മിൽക്ക്. ഇത് പിള്ളേർക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി തന്നെയായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ചോക്ലേറ്റിനൊക്കെ അത്യാവശ്യം മധുരമുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിച്ചു. അവസാനമായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഈ പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലെൻഡർ അടച്ചതിന് ശേഷം ഇതും നല്ലപോലെ അരച്ചെടുക്കാം. ഇത് അരിഞ്ഞു കിട്ടാനായിട്ട് വലിയ താമസമൊന്നുമില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ മിൽഷേക്കാണ്. എന്നാൽ ഇത് കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നത് കുട്ടികൾക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ചോക്ലേറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് മിൽഷേക്ക് ഇവിടെ തയ്യാറാക്കിയിരുന്നു. ഇത് സെർവ് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഈ ഗ്ലാസ്സിൻ്റെ ചുറ്റിനും കോട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ തന്നെ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയതിന് ശേഷം 1 സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലെങ്കിൽ വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ വിപ്പ് ചെയ്ത് കൊടുത്ത് മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അതായത് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സോസാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് വെർമിസിലി അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതായാലും വെച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതോടെ നമ്മുടെ ചോക്ലേറ്റ് മിൽഷേക്ക് ഇവിടെ തയ്യാറാക്കിയിരുന്നു. ഈ ഒരു വേനൽക്കാലത്ത് ഉറപ്പായിട്ട് ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. ഇനിയിപ്പോൾ അവസാനമായിട്ട് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആപ്പിൾ മിൽഷേക്കാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആപ്പിൾ അതിൻ്റെ സെൻറ്റർ ഭാഗവും അതേപോലെ തൊലിയും കളഞ്ഞതിന് ശേഷം റഫായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഒരു ബ്ലെൻഡിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-8 കശുവണ്ടിയും കൂടി ചേർക്കാം. കശുവണ്ടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഈ പഞ്ചസാരയ്ക്ക് പകരം ഹണിയോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പായാലും ചേർത്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് തലേദിവസം നല്ല ഫ്രീസറിൽ തണുപ്പിച്ചെടുത്തേക്കുന്ന പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാൻ ഈ 8 മിൽഷേക്ക് തയ്യാറാക്കിയ സമയത്ത് 1 സെറ്റ് പാല് ഐസ് ക്യൂബ്സ് ആയിട്ട് റെഡിയാക്കി എടുത്തു. അതേപോലെ ബാക്കിയുള്ള സെറ്റ് പാല് അങ്ങനെ തന്നെ പാക്കറ്റ്സിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ ബ്ലെൻഡർ അടച്ചതിന് ശേഷം ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഈ ഒരു മിൽഷേക്കിനെ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ആപ്പിൾ മിൽഷേക്ക് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ ഈ മിൽഷേക്ക് കാണാൻ കുറച്ചും കൂടി ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ മിൽഷേക്ക് സെർവ് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഈ ഗ്ലാസ്സിന് ചുറ്റിനും ഹണിയോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വിപ്പിംഗ് ക്രീമിന് പകരം 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ കുറച്ച് സ്ട്രോബെറി സിറപ്പും അതുപോലെ തന്നെ കുറച്ച് സ്പ്രിങ്കിൾസും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ മിൽഷേക്ക് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മിൽഷേക്കാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്യൂ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് കാണിച്ച ഈ 8 തരം വ്യത്യസ്തമായ മിൽഷേക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇന്നത്തെ ഈ റെസിപ്പീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്തൊരു അത്യുഗ്രൻ റെസിപ്പീസുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.